വെൽക്കം ടു അവർ സ്മാർട്ട് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് ആയിട്ടല്ല, ഇന്ന് ചെറിയൊരു ടിപ്പായിട്ടാണ്. നമ്മുടെ വീട്ടിലെ നമ്മൾ വീട്ടമ്മമാരെ ദൈനംദിനം യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കുക്കർ. പക്ഷെ കുക്കർ നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ പലതരം അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാസത്തിലൊരിക്കോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ നമ്മൾ അതൊന്ന് മെയിൻ്റനൻസ് നടത്തണം. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പല അപകടങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയ കുക്കർ മെയിൻ്റനൻസ് അതാണ് ഇന്നുണ്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പോവാം. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു കുക്കറാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇതിന്റെ മെയിൻ്റനൻസിനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ വിസിലിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കുക്കറിന്റെ വിസിൽ എടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിന്റെ വിസിൽ എടുത്തു. ഞാനിവിടെ ഒരു 2 ആഴ്ചയായിട്ട് ഞാനിത് മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് കാരണം ഞാൻ ഇതിൽ നിറച്ച ചെളിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുക്കറിന്റെ വിസിലത് ഈ ഒരു പ്ലാസ്റ്റിക് ഭാഗം നമ്മൾ ഊരി എടുക്കാം. അപ്പോൾ അതെ ഇതിങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നമ്മൾ സ്വല്പം ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു വെക്കുക. നമ്മളിത് 5 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് വെച്ചു. നമ്മളിതുപോലത്തെ ഒരു ചെറിയ വടി വെച്ചിട്ട് അല്ലെങ്കിൽ സ്ക്യൂവർ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളിത് ഇതുപോലെ ഓരോ ഹോളിൽ നമ്മൾ ഈ ഒരു വടി ഇട്ട് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. അപ്പം അതിൻ്റെ ചെളിയൊക്കെ കംപ്ലീറ്റ് പോവും. നമ്മൾ സാധാരണ ചോറ്, പയറ്, പരിപ്പ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ വിസിലിൻ്റെ ഉള്ളിൽ വന്ന് പെടും. അപ്പോൾ അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. നമ്മളിവിടെ ആദ്യം ക്ലീൻ ചെയ്യണം നന്നായിട്ട്. അപ്പോൾ ഓരോ ഓട്ടോയിലും നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകുക. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലും നന്നായിട്ട് കഴുകുക. ഇപ്പം നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ കാണാം എന്തോരം അഴുക്ക് പോകുന്നുണ്ടെന്ന്. ചോറിൻ്റെയും പരിപ്പിൻ്റെയൊക്കെ അംശങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു സ്കോച്ച് ബ്രൈറ്റ് എടുക്കുക. കുറച്ച് ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെ നമ്മൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ ഈ ചെളി പോയത് കംപ്ലീറ്റ് കാണാം. ഇതാ നമ്മുടെ വിസില് ക്ലീൻ ആയി കിട്ടി. ഇനി നമ്മൾ അതിൻ്റെ ടോപ്പും കൂടി നന്നായിട്ട് സ്ക്രബ്ബർ വെച്ച് നന്നായി സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ നന്നായി കഴുകി അങ്ങനെ നമ്മളിത് വൃത്തിയായി കിട്ടി. അപ്പോൾ ഇത് നമ്മൾ കഴുകിയെടുത്തു. ഇനി നന്നായിട്ട് അതൊന്ന് സെയിം പഴയ പോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുക്കർ വിസിൽ നമ്മുടെ റെഡിയായി. അടുത്തത് രണ്ടാമത്തെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ആവി വരുന്ന നമ്മുടെ നോസിൽ ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുക്കറിന് 3 പാർട്സ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പ്രസ്റ്റീജിൻ്റെ കുക്കറാണ്. അപ്പോൾ അതിൽ 3 എണ്ണം ഉണ്ട്. അതായത് നമ്മുടെ ആവി വരുന്ന ഈ ഒരു നോസിൽ ഭാഗം, പിന്നെ നമ്മുടെ പ്രഷർ, അതായത് നമ്മുടെ ആവി താന്നു പോവാം. അപ്പോൾ ഈ ആവി വരുമ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. ആ പ്രഷർ കാരണം ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. ആവി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷറിൻ്റെ ഇത് താന്നു പോവും. പിന്നെയുള്ളത് ഒരു സേഫ്റ്റി വാൽവ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നോസിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മൾ കുക്കർ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വീഴുണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അടിഭാഗത്ത് ഇതിങ്ങനെ പൈപ്പ് തുറന്നിട്ട പോലെ വെള്ളം വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഒരു നോസിൽ ക്ലീൻ ആണെന്നാണ്. ഇനി ഇത് ഡ്രിപ്പായിട്ടാണ് വീഴണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോസിൽ ക്ലീൻ അല്ല എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ അത് ക്ലീൻ ചെയ്യേണ്ട വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ സ്ക്യൂവറോ അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലും ഉണ്ട് ചെറിയ ഓട്ടകൾ. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം.
ഇനി ഒരു സേഫ്റ്റിയും കൂടി ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് നമ്മൾ വായ കൊണ്ട് ഒന്ന് ഊതി കൊടുക്കുക. ഊതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഈ നോസിലിൻ്റെ ഉള്ളിൽ ഇനി വല്ല കരടോ അഥവാ ഇനി വേറെ വല്ല പരിപ്പോ വയറോ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഊതി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ സാധാരണ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്ലീൻ തന്നെയാണ്. പക്ഷെ ഒരു സേഫ്റ്റി മെഷറും കൂടി ഞാൻ പറഞ്ഞതാണ്, ഇതിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലോ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു നോസിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുക്കർ വേവിക്കുമ്പോൾ ഒരു പ്രഷർ വരും. ആ പ്രഷർ പോവാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിന് മുകളിൽ വിസിൽ വെക്കുന്നത്. ഇനി വിസിലും വർക്ക് ചെയ്തില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നമുക്ക് ഇവിടെ ഒരു സേഫ്റ്റി വാൽവ് ഉണ്ട്. അപ്പോൾ പ്രഷർ തീരെ താങ്ങാൻ പറ്റാത്തതാണെങ്കിൽ ഈ ഒരു സേഫ്റ്റി വാൽവിൽ കൂടെ അടുത്ത മെഷർ ഇത് കേടായാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പ്രഷർ വരുന്ന രീതിയിൽ ഇതൊന്ന് തുറന്ന് ഓപ്പൺ ആയി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സേഫ്റ്റി വാൽവ് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും പ്രവർത്തിച്ചില്ലെങ്കിലാണ് നമ്മൾ ഈ ഒരു കുക്കർ പൊട്ടിത്തെറിക്കുന്നുള്ള ഒരു അവസ്ഥയിൽ എത്തണത്. അപ്പോൾ ഈ ഇത് ഒരു കൊല്ലത്തിലെ ഒരിക്കലെങ്കിലും നമ്മൾ ഈ സേഫ്റ്റി വാൽവ് മാറ്റിയിരിക്കണം. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴും അല്ലെങ്കിൽ ദിവസേന ഇത് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ വിസിൽ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് മൂന്നാമത്തെ ഒരു ടിപ്പാണ്. അപ്പം ഞാനൊക്കെ സാധാരണ കുക്കറിൽ ചോറൊക്കെ വെക്കുമ്പോൾ ഈ കഞ്ഞിവെള്ളമൊക്കെ ഒരു വിസിലടിക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഫുള്ള് വിസിലടിച്ചിട്ട് പുറത്തേക്ക് പോകാറുണ്ട്. പലപ്പോഴും ഞാൻ പലതും പരീക്ഷിച്ച് നോക്കി, കുറേ നമ്മൾ ടിപ്സുകളൊക്കെ നോക്കി അന്വേഷിച്ച് കണ്ടെത്തി. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. അവസാനം ഞാനൊരു സംഭവം കണ്ടെത്തി. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം വരുന്നതിൻ്റെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നല്ലെങ്കിൽ കുക്കറിൻ്റെ വാഷർ മാറ്റിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ടാവും, ഈ വാഷർ കേടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പുറത്ത് കടയിൽ നിന്ന് ഒരു പുതിയ വാഷർ വാങ്ങുക. ഒരു 6 മാസം കൂടുമ്പോൾ വാഷർ പുതിയത് വാങ്ങിച്ച് വെക്കേണ്ടതാണ് നല്ലത്. പിന്നെ നമ്മൾ സാധാരണ പെട്ടെന്നൊരു കുക്കിംഗ് വരുന്നേക്കാൾ മുമ്പ് നമ്മളിപ്പോൾ രാവിലെ എല്ലാ ദിവസവും നമുക്ക് കുക്ക് ചെയ്യണം അല്ലേ. ചോറ് ഇപ്പോൾ കുക്കറിൽ വെക്കണവരാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചോറ് കുക്കറിൽ വെക്കണവരാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയൊരു ടിപ്പാണിത്. നമ്മൾ തലേദിവസം കുക്കർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു വാഷർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ കയറ്റി വെക്കാം. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഈ കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ചോറ് ഒന്ന് വേവിച്ച് നോക്കിയൊക്കെ. വെള്ളം ഫുള്ളായിട്ടില്ല, ഒരു ഇച്ചിരി വെള്ളം വന്നാലായെന്നുള്ളൂ. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്, എനിക്ക് സക്സസ് ആയതാണ്. നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് വരില്ല. അപ്പം നമ്മൾ ഈ കുക്കറിൽ അരി ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെള്ളം വെച്ച് പാകത്തിനുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കുക്കറിൻ്റെ മൂടിയെ വെക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ ആവശ്യത്തിനുള്ള അരി എടുക്കുക, അതിനാവശ്യത്തിനുള്ള വെള്ളം വെക്കുക. അപ്പം തന്നെ കുക്കർ മൂടി വെച്ചിട്ട് വിസിൽ വെക്കരുത്. ആദ്യം തന്നെ നമ്മൾ അതൊന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ജസ്റ്റ് കുക്കറിൻ്റെ മൂടിക, വിസിൽ മാറ്റിയിട്ടുള്ള മൂടിക വെക്കുക ആദ്യം. അപ്പോൾ നമുക്ക് ആ ഒരു നോസിലിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് പ്രഷർ വരണ കാണാം. ആ പ്രഷർ വരുമ്പോൾ ജസ്റ്റ് നമ്മുടെ വിസിൽ അതിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ ഒന്ന് തിളപ്പിച്ച് വെക്കുക. അതായത് നമ്മുടെ തണുത്ത ഈ ഒരു വാഷറും വെക്കുക, ഞാൻ പറഞ്ഞ പോലെ രീതിയിലും വെക്കുക. അപ്പം നമുക്ക് ഈ ഒരു വെള്ളം വരണ ആ ഒരു പ്രോബ്ലം കുറയും, നല്ലോണം കുറയും. അപ്പം നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ ഇതേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആവി വന്നപ്പോൾ നമ്മൾ വിസിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതേ കണ്ടോ, നമ്മുടെ പ്രഷർ വാൽവ് ഇതേത് പൊന്തി നിൽക്കണ കണ്ടോ. അപ്പോൾ നമ്മുടെ പ്രഷർ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി നമ്മൾ ഈ കുക്കർ വിസിൽ വിളിക്കുമ്പോൾ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ കുക്കർ ഏകദേശം വിസിൽ വരാറായി. ഇപ്പം നമ്മൾ ചുറ്റും നോക്കുക വെള്ളം വരുന്നുണ്ടോ എന്ന്. അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഭയങ്കര ധൃതിയുള്ള ആൾക്കാരാണ്. നമുക്ക് വേഗം പണികൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുക്കർ ഒന്ന് വിസിൽ വിളിച്ചതിന് ശേഷം പെട്ടെന്ന് തുറക്കാൻ നോക്കും. അതായത് നമ്മൾ സാധാരണ കുക്കറിൻ്റെ വിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കുക്കറിൻ്റെ പ്രഷർ, ഇവിടെ ഈ ഒരു ഇത് കണ്ടില്ലേ പ്രഷറിൻ്റെ വാൽവ്, ഈ പ്രഷറിൻ്റെ വാൽവ് താന്നാലാണ് നമ്മുടെ കുക്കർ തുറക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രഷർ വാൽവ് താണേക്കാൾ മുമ്പ് നമ്മുടെ ഈ വിസിൽ ഇതിങ്ങനെ പൊക്കി നമ്മൾ വിസിൽ കളയും അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പോഴാണ് ചെറിയ അപകടങ്ങൾ വേറെ വരുന്നത്. അതായത് പെട്ടെന്ന് ആ ഒരു എന്താ പറയുക തള വരുമ്പോൾ, ഇപ്പോൾ പരിപ്പായാലും
ചോറായാലും അതിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറി പിടിക്കും. അപ്പോൾ ഇത് ബ്ലോക്ക് ആവും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതിന് പകരം ഞാനൊരു വേറെ മെത്തേഡ് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കുക്കർ ഇങ്ങനെ ആക്കരുത് ഒരിക്കലും. ഇപ്പൊ നമ്മുടെ പ്രഷർ വാൽവ് ഇവിടെ പൊന്തി നിൽക്കുന്നുണ്ട്, അത് താഴ്ന്നതിന് ശേഷം മാത്രമേ നമ്മൾ തുറക്കാൻ പാടുള്ളൂ. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയാ താഴ്ന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ആദ്യം തെളിച്ചു കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നെടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഈ പറയണത്. അപ്പൊ ഒരു പൈപ്പിന്റെ ചോട്ടിലോ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രഷർ താന്നു കിട്ടും. കണ്ടോ? അപ്പൊ നമ്മുടെ പ്രഷർ വാൽവ് താഴത്തേക്ക് വീണു. ഒരു 2 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ താഴത്തേക്ക് വീണു. ഇനി നമുക്ക് പതുക്കെ ഇത് തുറക്കാം. ഞാൻ ഈ പറഞ്ഞ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ചെയ്യണേ. അപ്പോൾ എനിക്ക് പറ്റിയുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച സംഭവങ്ങളാണ് ഇത്. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. അടുത്ത പ്രാവശ്യം വേറൊരു സംഭവമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.